ഹായ്, ഞാൻ സ്വാതി, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സെക്കൻഡ് ഇയർ MBBS സ്റ്റുഡൻ്റാണ്. ഞാൻ 2022 നീറ്റ് എക്സാം എഴുതുന്നത്. അന്ന് മാർക്ക് 690 ആയിരുന്നു, റാങ്ക് 18 കേരള റാങ്ക്. അപ്പം ഇവൻതോ എനിക്ക് ആ ഒരു മാർക്കിൽ എത്തിച്ചേരാൻ പറ്റിയെങ്കിൽ കൂടെ ഞാൻ എൻ്റെ പ്രിപ്പറേഷൻ ടൈമിൽ ചെയ്ത കുറേ മിസ്റ്റേക്സ് ഉണ്ട്. പക്ഷേ ഓവർ ദ ടൈം ബൈ പ്രാക്ടീസ് ബൈ പ്രിപ്പറേഷൻ ഞാൻ മനസ്സിലാക്കി ഇതൊക്കെ ഞാൻ ചെയ്ത മിസ്റ്റേക്സ് ആയിരുന്നു. സോ ഞാനത് റെക്ടിഫൈ ചെയ്ത് ഞാൻ ഒരു പുതിയൊരു സ്റ്റഡി പ്ലാൻ കൊണ്ടുവരണം എന്ന് ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാണ്. അപ്പം നിങ്ങൾക്കും ഇപ്പം ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ മേ ബി അത് കറക്റ്റ് ചെയ്തിട്ട് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്സൊക്കെ ഇമ്പ്രൂവ് ചെയ്യിക്കാൻ പറ്റും. അപ്പം ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് കേൾക്കാം. ഒന്നാമത്തെ കാര്യം, ഞാൻ ഫിസിക്സിനെ അപ്രോച്ച് ചെയ്തിട്ടുള്ള വേ ആണ്. മേ ബി നിങ്ങൾ കേട്ടാൽ ഞെട്ടുമായിരിക്കും. ഞാൻ ആദ്യത്തെ തവണ, അതായത് എൻ്റെ +1 +2 കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് നീറ്റ് എഴുതിയപ്പോൾ എൻ്റെ ഫിസിക്സിൻ്റെ മാർക്ക് 15-നേക്കാളും കുറവാണ്, <15 ആയിരുന്നു. പക്ഷേ രണ്ടാമത്തെ തവണ ഞാൻ നീറ്റ് എഴുതിയ സമയത്ത് ഒരു വർഷം റിപ്പീറ്റ് ചെയ്തിട്ട് എഴുതിയപ്പം എൻ്റെ ഫിസിക്സിൻ്റെ മാർക്ക് 175 ആയിരുന്നു. അപ്പോൾ ഇത്രയും വലിയൊരു ചേഞ്ച് എനിക്ക് ഫിസിക്സിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യത്തെയും രണ്ടാമത്തെയും തവണ ഫിസിക്സിനെ അപ്രോച്ച് ചെയ്തിട്ടുള്ളൊരു രീതി കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരുന്നു എന്നുള്ളതാണ്. അപ്പം ഈവൻ ദോ ഞാൻ റിപ്പീറ്റ് ചെയ്യണ സമയത്ത് നന്നായിട്ട് പഠിക്കാൻ തുടങ്ങി കൂടെ ആദ്യത്തെ ഒരു 3 മാസം ഞാൻ ഫിസിക്സ് പഠിച്ചിരുന്നത് എപ്പോഴും ഇങ്ങനെ NCERT ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും, നോട്ട് ബുക്സ് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. ഞാൻ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് ഭയങ്കര കുറവായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കി ഇതല്ല കറക്റ്റായിട്ടുള്ളൊരു വേ, ഫിസിക്സ് പഠിക്കാനുള്ള കറക്റ്റായിട്ടുള്ള മെത്തേഡ് ഇതല്ല. ഐ ഹാവ് ടു പ്രാക്ടീസ് എ ലോഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഒരു ചാപ്റ്ററിന് എനിക്ക് എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമോ അത്രയും ക്വസ്റ്റ്യൻസ് ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ബൈ പ്രാക്ടീസ് ബൈ ഡൂയിങ് ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ് ഞാൻ എൻ്റെ ഫിസിക്സിൻ്റെ മാർക്ക് കൂട്ടിയെടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഫിസിക്സ് പഠിക്കണം, ഏതൊക്കെ സ്റ്റഡി മെറ്റീരിയൽസാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്, ഒരു ചാപ്റ്ററിന് ഈ ഒരു സമയത്ത് ഏകദേശം എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്യണം, റിവൈസ് ചെയ്യൽ എങ്ങനെയാണ്, ഇക്വേഷൻ ബുക്ക് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഫിസിക്സിനെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്തത് എന്നുള്ളൊരു കംപ്ലീറ്റ്, ഫിസിക്സിന് പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കംപ്ലീറ്റ് വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സ്വാതി ചോല എന്ന് പറഞ്ഞ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എന്തായാലും അതൊന്ന് പോയി കാണണം. എന്തായാലും നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ പറയുന്ന മെത്തേഡിൽ പഠിക്കുകയാണെങ്കിൽ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഫിസിക്സിൽ ഉണ്ടാക്കാൻ പറ്റും എന്നെനിക്ക് ഉറപ്പുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, ഞാൻ ചെയ്ത വലിയൊരു മിസ്റ്റേക്കായിരുന്നു. ഞാൻ എൻ്റെ ഒരു നീറ്റ് പ്രിപ്പറേഷൻ്റെ ഈ റിപ്പീറ്റ് ചെയ്യുന്ന ലാസ്റ്റിലോട്ടാണ് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ ചെയ്യരുതായിരുന്നു, ഞാനത് കറക്റ്റായിട്ടുള്ള വേയിൽ ചെയ്യണമായിരുന്നു എന്ന് മനസ്സിലാക്കിയ ലാസ്റ്റിലോട്ടാണ്. അതായത് ഏതൊരു എക്സാം കഴിഞ്ഞാലും ആ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നമുക്കറിയാം ഭയങ്കര സമയം എടുക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ നമുക്കൊക്കെ രാവിലെ തൊട്ട് രാത്രി വരെ നമുക്കില്ലാത്ത സാധനം എന്ന് പറയുന്നത് സമയമാണ്. കാരണം നമ്മൾ അത്രയും കാര്യങ്ങൾ നമുക്ക് വായിക്കാനുണ്ട്, പഠിക്കാനുണ്ട്, ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു എക്സാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിന് കൂടെ ഒരു സമയം കണ്ടെത്താൻ മേ ബി നമ്മൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ നൈസായിട്ട് അതങ്ങ് ഒഴിവാക്കി കളയും. പലരും ചെയ്യണ ഒരു കാര്യമാണ്. ഞാനും ആദ്യത്തെ ഒരു 5-6 മാസങ്ങളിൽ ഈ എക്സാം പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് എന്ന് പറയുന്നൊരു സാധനം എൻ്റെ ഡിക്ഷണറിയിലേ ഇല്ലായിരുന്നു, ഞാൻ ചെയ്യാറേ ഉണ്ടായിരുന്നില്ല. പക്ഷേ ലാസ്റ്റിലോട്ട് റിവിഷൻ എക്സാംസ് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എത്രത്തോളാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അപ്പം ഇപ്പോൾ ആരെങ്കിലും ഒരു എക്സാം കണ്ടിട്ട് അതിൻ്റെ നിങ്ങൾക്കറിയാത്ത അല്ലെങ്കിൽ നിങ്ങൾ തെറ്റിച്ച ക്വസ്റ്റ്യൻസ് എഗെയിൻ ഒന്ന് ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് വലിയ തെറ്റാണ്. അങ്ങനെ എക്സാം പേപ്പർ അനാലിസിസ് നടത്തിയിട്ട് കുറേ സമയം പോകുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ തോന്നിക്കോട്ടെ. കാരണം അത്രയും പ്രൊട്ടക്റ്റീവായിട്ടുള്ളൊരു വേ ഓഫ് സ്റ്റഡിങ് അല്ലെങ്കിൽ ഒരു വേ ഓഫ് ലേണിംഗ് ആണ് ഈ എക്സാം പേപ്പർ അനാലിസിസ്. കാരണം നിങ്ങൾ നിങ്ങളുടെ തെറ്റുകളിൽ നിന്നാണ് പഠിക്കുന്നത്. ഓക്കെ അല്ലേ? അടുത്ത കാര്യം, ഞാൻ ചെയ്തൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഞാൻ ടോട്ടൽ ഒരു 11 മാസമാണ് റിപ്പീറ്റ് ചെയ്യണം എൻ്റെ ഒരു ഡ്യൂറേഷൻ. 11 മാസമായിരുന്നു പഠിച്ചത്. അതിൽ ആദ്യത്തെ ഒരു 3 മാസം വീട്ടിലിരുന്നിട്ടാണ് പഠിച്ചത്. ലാസ്റ്റ് ഒരു 8 മാസം ഹോസ്റ്റലിൽ ഇരുന്നിട്ടായിരുന്നു പഠിച്ചത്. അപ്പം ആദ്യത്തെ ഒരു 3 മാസം നല്ല ഉഴപ്പായിരുന്നു. അപ്പം ലാസ്റ്റ് ഒരു 8 മാസം എൻ്റെ ലാസ്റ്റ് ഹോപ്പാണ്. ഈ ഒരു ആദ്യത്തെ 3 മാസം നല്ല ഉഴപ്പിയതുകൊണ്ട് ഈ 8 മാസം അത്രയ്ക്കും ഹാർഡ് വർക്ക് ചെയ്യണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് ഞാൻ ഹോസ്റ്റലിൽ പോയത്. ഒബ്വിയസ്ലി നമ്മൾ അത്രയ്ക്കും ഹാർഡ് വർക്ക് ചെയ്യണം. പക്ഷേ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൊരു കാര്യം, നമ്മൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ള ഫുൾ എനർജി ഇട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിങ്ങനെ അന്ന് രാത്രി തളർന്ന് വീണ് പോകുന്ന രീതിക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ മേ ബി പിറ്റേന്ന്, നിങ്ങൾ ശ്രദ്ധിച്ച കാര്യമായിരിക്കും, പിറ്റേന്ന് രാവിലെ എണീച്ചാൽ നമുക്കൊരു എനർജി ഉണ്ടാവില്ല. നമ്മൾ ഓവർ ദ ടൈം നമ്മളിങ്ങനെ ക്ഷീണിച്ച് നമുക്ക് ഭയങ്കര ഒരു സാച്ചുറേഷൻ പോയിന്റിലെത്തും. ഞാൻ അങ്ങനെയായിരുന്നു. എനിക്ക് ആദ്യത്തെ കുറച്ച് മാസം ഞാൻ
അത്രയ്ക്കും എഫേർട്ട് ഇട്ട് പഠിച്ചു. അത്രയ്ക്കെന്ന് വെച്ചാൽ കാരണം ആദ്യത്തെ 3 മാസം ഉഴപ്പി ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഹോസ്റ്റലിൽ പോയപ്പോൾ എനിക്ക് വേറെ വഴിയില്ല, എനിക്ക് അങ്ങനെ പഠിക്കണം. ഞാൻ അത്രയ്ക്ക് എഫേർട്ട് ഇട്ട് പഠിച്ചിട്ടുണ്ട്. അതാണ് ഒബ്വിയസ്ലി എന്നെ ഇവിടെ എത്തിച്ചത്. പക്ഷേ ഓവർ എ ടൈം കുറേ ഒരു ഹോസ്റ്റലിൽ പോയി ഒരു 3-4 മാസമായപ്പോഴേക്ക് ഞാൻ ഭയങ്കരമായിട്ട് ക്ഷീണിക്കാൻ തുടങ്ങി. എനിക്ക് രാവിലെ എഴുന്നേറ്റിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ, പഠിക്കാൻ ഒരു എനർജി ഇല്ലാത്ത അവസ്ഥ ആയിപ്പോയിരുന്നു. അപ്പോൾ ലാസ്റ്റിലോട്ട് ഈ നീറ്റ് എക്സാം അടുക്കുന്ന സമയത്തോട്ട് ഞാൻ ആദ്യം ഇട്ട ഒരു അത്രയും എഫേർട്ട് എനിക്ക് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾ ഭയങ്കരമായിട്ട് ടയറിങ് ആക്കിക്കൊണ്ട് ഒരു ദിവസം പഠിക്കേണ്ട ആവശ്യമില്ല. പഠിക്കണ കാര്യങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്തിട്ട് പഠിക്കാൻ നോക്കുക. പക്ഷെ നമുക്ക് നാളെയും പഠിക്കാനുണ്ട്, നമുക്ക് നാളെയും അതിൻ്റെ മറ്റന്നാളും അതിൻ്റെ പിറ്റേന്ന് ഇങ്ങനെ കുറേ ദിവസം നമുക്കിനി പഠിക്കാനുണ്ട്. അപ്പം നാളത്തേക്ക് നമുക്ക് കുറച്ച് എനർജി വേണം. രാവിലെ എണീച്ചിട്ട് നല്ല മനസ്സോടെ ഇരുന്ന് പഠിക്കാനൊക്കെ കുറച്ച് എനർജി വേണം. എന്ന് വെച്ചാൽ ഞാൻ ഇത് പറയാനുള്ള റീസൺ, പലരും ഉറക്കമൊക്കെ കുറച്ച് 5 മണിക്കൂറും 4 മണിക്കൂറൊക്കെ ഉറങ്ങി ഇനി കുറേ സമയം പഠിക്കാനുണ്ടല്ലോ, ആ ഒരു മെൻറ്റാലിറ്റി നിങ്ങൾ ഒരിക്കലും എടുക്കരുത്. പ്രോപ്പറായിട്ട് ശരീരത്തിന് ഉറക്കം കൊടുക്കുക, നന്നായിട്ട് ഫുഡ് കഴിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. നിങ്ങൾക്ക് പറ്റണ രീതിക്ക് ഇടയ്ക്കൊക്കെ റെസ്റ്റൊക്കെ എടുത്ത് പോമഡോറോ ടെക്നിക്ക് വഴിയൊക്കെ പഠിക്കുക. ആക്ച്വലി നമുക്ക് തോന്നും, അയ്യോ അത് ഹാർഡ് വർക്ക് അല്ലല്ലോ, അത് കുറേ ടൈം പോകുന്നില്ലേ, അത് ഉഴപ്പുന്നത് പോലെയല്ലേ. ആക്ച്വലി അത് ഉഴപ്പുന്നതല്ല, ഇറ്റ്സ് കൈൻഡ് ഓഫ് സ്മാർട്ട് വർക്ക്. നമ്മൾ ഇൻ ബിറ്റ്വീൻ കുറച്ച് റെസ്റ്റ് നമ്മുടെ ബ്രെയിനിന് കൊടുക്കുക. അത് നമ്മുടെ ഒരു എഫിക്കസി, നമുക്ക് കൂടുതൽ എഫിഷ്യൻ്റായിട്ട് പഠിക്കാനുള്ള ഒരു എബിലിറ്റി തരുന്നതായിരിക്കും. മേ ബി ഞാനിപ്പോൾ പറയുന്ന കാര്യം നിങ്ങൾക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ തോന്നുന്നുണ്ടാവില്ല. സമയം വേസ്റ്റ് ആവുന്ന, നമ്മൾ എല്ലാവരും പറയുന്ന 1 മിനിറ്റ് പോലും വേസ്റ്റ് ചെയ്യാതെ പഠിക്കണം. ഞാനും അങ്ങനെ ഒരുപാട് തവണ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ ഒരിക്കലും ഇതൊരു ലോങ് ജേണിയാണ്, ഇറ്റ്സ് എ മാരത്തോൺ. അല്ലാണ്ട് ജസ്റ്റ് ഒരു 400 മീറ്റേഴ്സ് അല്ലെങ്കിൽ 100 മീറ്റേഴ്സ് ഓട്ടമല്ല. നമുക്കൊരു വർഷത്തോളം ഡെയിലി ഇരുന്ന് പഠിക്കേണ്ട ഒരു കോഴ്സിലാണ് നിങ്ങളിപ്പോൾ ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് ഒക്കെ ആണെങ്കിൽ 2 വർഷത്തോളം. അപ്പം നമുക്ക് ആ ഒരു ലോങ് ടേം നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഹെൽത്തും നിങ്ങളുടെ മെൻ്റൽ സ്റ്റേറ്റസും മെൻ്റൽ ഹെൽത്തും ഒക്കെ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അടുത്ത കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ ചെയ്തൊരു മിസ്റ്റേക്സ് എന്ന് പറയാൻ പറ്റുമോ എന്ന് അറിയില്ല. എങ്കിൽ കൂടെ ഞാൻ ആക്ച്വലി NCERT ആയിരുന്നു എല്ലാത്തിനും NCERT. ഇപ്പോൾ ബയോളജി ആയാലും കെമിസ്ട്രി ആയാലൊക്കെ നോട്ട്സ് അങ്ങനെ വായിക്കില്ലായിരുന്നു. ക്ലാസ്സിൽ പഠിപ്പിച്ച നോട്ട്സ് അങ്ങനെ വായിക്കില്ല. മെയിൻലി NCERT തന്നെയായിരുന്നു നോക്കാം. ഒബ്വിയസ്ലി നമ്മൾ NCERT ആണ് നോക്കേണ്ടത്. അപ്പോൾ ഈവൻ ദോ ഐ ആം എൻ NCERT പേഴ്സൺ, ഞാൻ എല്ലാവരും പറയുമല്ലോ ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ NCERTയിലുള്ള അതേ സാധനങ്ങളൊക്കെ ഷോർട്ട് നോട്ടിൽ ഇങ്ങനെ എഴുതും. പക്ഷെ ആ ഷോർട്ട് നോട്ട് എഴുതി കഴിഞ്ഞാൽ എനിക്കൊരു പെർഫെക്ഷൻ കിട്ടില്ല. ഞാൻ വെറുതെ എഴുതി, അല്ലെങ്കിൽ എനിക്ക് അത് എഗെയിൻ വായിക്കാൻ തോന്നില്ല, കാരണം അതിൽ എന്തൊക്കെയോ സാധനങ്ങൾ മിസ്സിങ് ആണ്, അല്ലെങ്കിൽ അതൊരു പെർഫെക്റ്റ് ആയിട്ടല്ല ഞാൻ എഴുതിയത്. അങ്ങനെ ഞാൻ ഒരുപാട് ഷോർട്ട് നോട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഉണ്ടാക്കിയ ഒരു ഷോർട്ട് നോട്ട് പോലും ഞാൻ പിന്നെടുത്ത് വായിച്ച് നോക്കിയിട്ടില്ല. പക്ഷേ ഇക്വേഷൻ ബുക്ക് ഞാൻ ഉണ്ടാക്കിയത് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. റിവിഷൻ ടൈമിലൊക്കെ ഞാൻ ഒരുപാട് തവണ ഇക്വേഷൻ ബുക്ക് എടുത്ത് വായിച്ചിട്ടുണ്ട്. ഞാൻ പ്രിപ്പയർ ചെയ്ത ഷോർട്ട് നോട്ട്സിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഷോർട്ട് നോട്ട് എഴുതാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ്, നിങ്ങൾ NCERT തന്നെ, ഇപ്പോൾ ബയോളജി ആയാലും, ബയോളജിക്കൊന്നും ആക്ച്വലി ഷോർട്ട് നോട്ടിൻ്റെ ആവശ്യമില്ലെന്നാണ് ഞാൻ കരുതുന്നത്. NCERT പക്ഷേ കെമിസ്ട്രിയുടെ കേസിൽ നമുക്ക് ചില ചാപ്റ്റേഴ്സിലൊക്കെ ഷോർട്ട് നോട്ട്സൊക്കെ, ഇപ്പോൾ എസ്പെഷ്യലി ഓർഗാനിക് കെമിസ്ട്രിക്കൊക്കെ ഷോർട്ട് നോട്ട്സ് ഉണ്ടെങ്കിൽ ഭയങ്കര നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമില്ലാത്ത, NCERTനെ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, പക്ഷേ ചില ടീച്ചേഴ്സ് നിങ്ങളുടെ അടുത്ത് വന്ന് പറയും ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം അങ്ങനെ ഇങ്ങനെ അതൊക്കെ. അപ്പം നിങ്ങൾ ആക്ച്വലി ആ ഒരു കൈൻഡ് ഓഫ് പേഴ്സൺ അല്ല. നിങ്ങൾക്ക് ഇങ്ങനെ നോട്ട്സ് ഒന്നും പ്രിപ്പയർ ചെയ്തിട്ട് ഉണ്ടാക്കി പഠിക്കണതല്ല ഇഷ്ടം. ഇങ്ങനെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഡയറക്റ്റ് പഠിക്കുന്ന ആണ് ഇഷ്ടം എന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചോ കേട്ടോ. ഇങ്ങനെ അവരങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യണം, അങ്ങനെയൊന്നുമില്ല. ഇത് ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായിട്ടുള്ള യുണീക്കായിട്ടുള്ള വേയിൽ പഠിച്ചു പോകാൻ പറ്റുന്ന ഒരു കോഴ്സാണ്, അല്ലെങ്കിൽ ഈ ഒരു സിലബസാണ് നമുക്കുള്ളത്. ഇപ്പം ബയോളജിക്ക് ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു ഇൻഡിവിജ്വൽ പേഴ്സണൽ അഭിപ്രായം. നിങ്ങൾ നല്ല ഷോർട്ട് നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഒബ്വിയസ്ലി യു ക്യാൻ. ഞാൻ എങ്ങനെ ചെയ്തതുകൊണ്ട് നിങ്ങളങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ചെയ്യാത്തത് നിങ്ങളങ്ങനെ ചെയ്യരുത്, അങ്ങനെയൊന്നുമില്ല. പലരും അങ്ങനെയൊക്കെ പറയും. പല വീഡിയോസും കാണുമ്പോൾ നിങ്ങൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആവുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സ്റ്റൈലിൽ പഠിക്കാൻ പറ്റും. ഇനിയിപ്പം പലരുടെയും പേടി ഈ എക്സാമിൻ്റെ ഒരു
2-3 ആഴ്ചകളിൽ നീറ്റ് എക്സാം അടുക്കുന്ന ആ ലാസ്റ്റ് 1 വീക്കൊക്കെ ഷോർട്ട് നോട്ട്സ് ഇല്ലെങ്കിൽ എന്താണ് പഠിക്കുക? എനിക്ക് ഷോർട്ട് നോട്ട്സ് ഉണ്ടായിരുന്നു, കുറേ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അതൊന്നും തുറന്നു നോക്കിയിട്ടില്ല. ഈവൻ നീറ്റ് എക്സാമിൻ്റെ തലേ ദിവസം പോലും ഞാൻ ചെയ്തത് ബയോളജിക്ക് ആണെങ്കിൽ പോലും ഞാനിങ്ങനെ ടെക്സ്റ്റ് ബുക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള അടിവരഞ്ഞിട്ടുള്ള ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ സ്റ്റിക്കി നോട്ട് പാഡ് വെച്ചിട്ട് ഒട്ടിച്ച് വെച്ചിട്ട് ഇമ്പോർട്ടൻ്റ് ആണെന്ന് കാണിച്ച കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഞാൻ മെയിൻലി നോക്കിയിട്ടുണ്ടായിരുന്നത്. ഷോർട്ട് നോട്ട്സ് അങ്ങനെ ആശ്രയിച്ചിട്ടില്ല. ബട്ട് ഇക്വേഷൻ ബുക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളായിരുന്നു എനിക്ക്. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് കുറേ മിസ്റ്റേക്സ് ചെയ്തതുകൊണ്ട്, പിന്നെ കുറേ അത് മിസ്റ്റേക്സ് ആണെന്ന് മനസ്സിലാക്കി കറക്റ്റ് ചെയ്തത് കൊണ്ടും, ഇതൊരു ലോങ് വീഡിയോ ആയതുകൊണ്ട് നമ്മൾ 2 പാർട്ടായിട്ട് ചെയ്യാമെന്നാണ് കരുതുന്നത്. അപ്പോൾ ഇത് പാർട്ട് 1 ആണ്. പാർട്ട് 2 വീഡിയോ വേഗം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതും എന്തായാലും പോയി കാണാം. നന്നായിട്ട് പഠിക്കുക. ബൈ.